ഹായ് ഓൾ. ഇന്ന് എൻ്റെ ലഞ്ച് ബോക്സിൽ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മിൽട്ടൻ്റെ ലഞ്ച് ബോക്സാണ്. അതൊരു 4 കമ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് വരുന്നത്. ഇതൊന്ന് ഞാനിപ്പോൾ ഒരു 1 ഇയർ മേലായിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു പ്രശ്നങ്ങളൊന്നുമില്ല. ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. ചാറുകറിയാണെങ്കിലും തോരനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അതിന് ലീക്കേജസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു ബാഗിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തൊരു ബാഗിൽ കൊണ്ടുപോകാം. അപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാനായിട്ട് അഡീഷണൽ ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചാൽ പിന്നെ നമുക്കിത് കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നത് ചെറുപയറാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായുള്ളൂ അത് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് നമുക്ക് കൂട്ടണം. ഒരു 30 വയസ്സിന് ശേഷമാണ് ആ ബോധമൊക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എൻ്റെ ലഞ്ച് ബോക്സിൽ ചെറുപയറുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുപോയത് ക്യാരറ്റ് തോരൻ. എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാവും. ക്യാരറ്റ്, ബീട്രൂട്ട് അല്ലെങ്കിൽ വെണ്ടയ്ക്ക, കോവയ്ക്ക അങ്ങനെ എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാവും. പിന്നെ ഇന്ന് ഞാൻ ചാറുകറിയായിട്ട് എടുക്കുന്നത് നമ്മുടെ മോരുകറിയാണ്. മാമ്പഴം ഇട്ട മോരുകറിയാണ് കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ തൈരാണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാറ്. തൈര്, മോര് അങ്ങനെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ നോൺ വെജിൻ്റെ ഫാനല്ല. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് എൻ്റെ ലഞ്ച് ബോക്സിലെല്ലാം വെജ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചോറാണെങ്കിലും ഇത് കാണുമ്പോൾ നമ്മളോർക്കും ഒട്ടും തികയില്ലെന്ന്. പക്ഷേ ഇതെല്ലാം കൂടെ കഴിച്ച് വരുമ്പോൾ നമുക്ക് വയറ് നല്ലപോലെ നിറയും കേട്ടോ. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ചോറ് ഭയങ്കര കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പം കുറച്ച് ചോറ് കഴിച്ചാൽ തന്നെ നല്ലപോലെ വയറ് നിറയും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.